காடு என்று ஒன்று இருந்தால் சிங்கம் புலி சிறுத்தை வேட்டைக்கு போகும் மான் தப்பிக்க பார்க்கும் ஆனா அதுக்குள்ள அஸ்தமனம் ஆயிடுச்சுன்னா காலையில வெடியில பார்க்க போறது ஆறுங்கிறது இருக்கத்தான் முடி பண்ணும் ஆனா இந்த காட்டிலே ஆறு எங்க எப்போ விடியில பார்க்க போறாங்கிறத முடி பண்ணது இருக்கே இல்லை நான் ISL എന്ന കാട്ടിൽ പുലിയും സിംഹവും എന്നൊക്കെ അവകാശപ്പെടുന്നവരും കുറുക്കനും വേട്ടാവളിയനും എല്ലാം കാണും പക്ഷേ ഇടഞ്ഞു വരുന്ന കൊമ്പന്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത് കാട് വെടിപ്പല്ലെങ്കിൽ കൊമ്പന്മാർ തെളിച്ച് വെടിപ്പാക്കും ഇന്ത്യൻ ഫുട്ബോളിലെ അനീതികളും പ്രതിസന്ധികളും അഴിമതിയും അങ്ങനെയെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ വാക്കൌട്ടിന് പിന്നാലെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ATK മോഹൻ ബഗാൻ കോച്ച് ജുവാൻ ഫെറാൻഡോ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇൻ ലോട്ട് ഓഫ് ഒക്കേഷൻസ് ദിസ് ഹാപ്പൻസ് ഹിയർ ഇൻ ഇന്ത്യ The assistant referees decide one thing and the referee decide on another thing. They need to be more clear about their rules. Sometimes this is a problem because the players can let their emotions get the better of them and that can also apply for the coaches. Kerala Blasters worked hard for 90 minutes and only for one decision to outdo them and knock out them out of the semi-finals. Everyone is now talking about Blasters and Bangalore now. But this is the same, they are not following the rules for everyone and this is a problem. അതായത് ഇന്ത്യയിൽ പലയിടത്തും റഫറിങ്ങിൽ പിഴവ് സംഭവിക്കാറുണ്ട് അസിസ്റ്റന്റ് റഫറിമാർ ഒരു കാര്യവും റഫറി മറ്റൊരു കാര്യവും തീരുമാനിക്കുന്നു അവരുടെ നിയമങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കഠിന പ്രയത്നമാണ് അവരെ ഇവിടെ വരെ എത്തിച്ചത് 90 മിനിറ്റും അവർ മികച്ച രീതിയിൽ തന്നെ കളിച്ചു പക്ഷേ അവരുടെ അത്ര നാളത്തെ കഷ്ടപ്പാടാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത് ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനലിൽ പുറത്തായി എല്ലാവരും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെയും ബാംഗ്ലൂരിനെയും കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ കാര്യം ഇതാണ് അവർ ഒരേ നിയമമല്ല എപ്പോഴും എല്ലാവരോടും പാലിക്കുന്നത് ഇതാണ് പ്രശ്നം ആ പ്രശ്നത്തെയാണ് ഇവിടെ ഇവാനും ആരാധകരും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെല്ലാം തള്ളിയ അതോറിറ്റി ആരെ കണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ലീഗിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ലീഗിൽ അഴിച്ചുപണി വേണമെന്നാണ് മഞ്ഞപ്പടയുടെ ആവശ്യം ഈ നിലയിൽ ലീഗിന് മുന്നോട്ട് പോകാനാകില്ലെന്നും അവർ പറയുന്നു മഞ്ഞപ്പട ഏഷ്യയിലെ ഏറ്റവും വലിയ ആരാധക കൂട്ടായ്മകളിൽ ഒന്നാണ് അവർ മുന്നോട്ട് വെച്ച ആവശ്യത്തെ അർഹമായ രീതിയിൽ പരിഗണനയ്ക്ക് എടുത്തില്ലെങ്കിൽ പണി പല വഴിയിലും വരുമെന്ന് തലപ്പത്തിരിക്കുന്നവർക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ പടിയിറക്കത്തിന് പിന്നാലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ ലാറ്റിൻ അമേരിക്കയിലെ പോലെ ആക്റ്റീവായി കളികൾ വിശകലനം ചെയ്യുകയും ചോദിക്കേണ്ടത് ചോദിക്കുകയും ചെയ്യുന്ന ആരാധകർ ഇന്ത്യയിലുണ്ടെന്ന് അതോറിറ്റിക്ക് ഇപ്പോൾ മനസ്സിലായി പക്ഷേ കേരളത്തിൽ മാത്രമേ ആ ആരാധക കൂട്ടമുള്ളൂ എന്നതാണ് ഒരു പ്രശ്നം ലീഗ് അതോറിറ്റിക്ക് മേൽ മൂർച്ചയേറി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രഷർ ഗ്രൂപ്പാകാൻ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദ ഗ്രൂപ്പാകാൻ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് കഴിഞ്ഞു കാരണം കേരളം VP സത്യനന്ദ ഇതിഹാസത്തിന്റെ ചോരയും നീരും വീണ് കുതിർന്ന മണ്ണാണ് കളി ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരുമയോടെ ഉമ്മറത്ത് വന്നിരുന്ന് കളി കാണുന്നവരുടെ നാടാണ് കളി എഴുത്തുകാർ കാൽപന്തിന്റെ ഖൽബായൊരിടമെന്ന് വിശേഷിപ്പിച്ച നാടാണ് വേൾഡ് കപ്പ് വരുമ്പോൾ മെസ്സിയും റോണോയും എംബാപ്പയും ഹാരി കെയ്നും എല്ലാം തലയുയർത്തി നിൽക്കുന്ന മണ്ണാണ് പ്രിയപ്പെട്ട സുനിൽ ഛേത്രി ലോകകപ്പ് വേളകളിൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കും എംബാപ്പയ്ക്കും ഒക്കെ ഒപ്പം തലപ്പൊക്കത്തിൽ നിങ്ങളെയും ഇവിടുത്തെ മനുഷ്യർ ഉയർത്തിയിരുന്നു നിങ്ങളിൽ പ്രതീക്ഷകൾ നട്ടു നനയിച്ചിരുന്നു നിങ്ങളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചപ്പോഴുള്ള വികാരമാണ് അലയടിച്ചത്